ചെയ്യുന്ന ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആണ്. അപ്പൊ നോക്കിയേ, അതിൽ ആദ്യത്തെ ചോദ്യമാണ് വൺ ഓഫ് ദ ഡാഷ് വാസ് അറസ്റ്റഡ് ബൈ ദി പോലീസ്. ഇപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ക്രിമിനൽസ് ഉണ്ട്, ക്രൈം ഉണ്ട്, ക്രിമിനൽ ഉണ്ട്, ക്രൈംസ് ഉണ്ട്. നോക്കിയേ ഏത് ഉത്തരം വരുന്നു, ഒന്ന് ചെയ്തു നോക്കിയേ. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിമിനൽസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. നോക്കിയേ, വൺ ഓഫ് കഴിഞ്ഞിട്ട് തുടർന്ന് വരുന്ന സബ്ജക്റ്റ് എന്തായിരിക്കണം, പ്ലൂറൽ സബ്ജക്റ്റും എന്നാൽ വെർബ് സിംഗുലാർ വെർബും ആയിരിക്കും. വൺ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്. കണ്ടല്ലോ, വൺ ഓഫ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ക്രിമിനൽസ് എന്ന് പറയുന്ന പ്ലൂറല്, വാസ് എന്ന് പറയുന്ന സിംഗുലാർ. അതുപോലെ വരുന്ന വാക്കുകളാണ് പഠിച്ചോണം. വൺ ഓഫ് ഒന്നാമത്തെ വാക്ക് വൺ ഓഫ്, രണ്ടാമത്തെ വാക്ക് എയ്തർ ഓഫ്, വൺ ഓഫ് എയ്തർ ഓഫ്, മൂന്നാമത്തത് നെയ്തർ ഓഫ്, വൺ ഓഫ് എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, ലാസ്റ്റ് എവരി വൺ ഓഫ്. വാക്കുകൾ ഏതൊക്കെയാണ്? വൺ ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, എവരി വൺ ഓഫ്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ സബ്ജക്റ്റും എന്നാൽ വെർബ് സിംഗുലാർ വെർബുമായിരിക്കും. ഈ വാക്കുകൾ കഴിഞ്ഞ് വരുന്ന സബ്ജക്റ്റ് പ്ലൂറലും വെർബ് എന്തായിരിക്കണം, സിംഗുലാർ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ എന്തുത്തരം വന്നത്, ക്രിമിനൽസ് ഉത്തരമായിട്ട് വരുന്നത്. ഒരു സബ്ജക്റ്റ് പ്ലൂറലും സിംഗുലാറും എങ്ങനെ പറയാം, എസ്സിൽ അവസാനിക്കുന്ന സബ്ജക്റ്റുകളെല്ലാം എന്താണെന്ന് പറയാം, പ്ലൂറൽ ആണെന്ന് പറയാം. സബ്ജക്റ്റുകൾ എസ്സിൽ അവസാനിച്ചാൽ പ്ലൂറൽ ആണ്. ബോയ് എക്സാമ്പിൾ നോക്കി, ബോയ് സിംഗുലാർ, ബോയ്സ് എസ്സിൽ അവസാനിച്ചപ്പോൾ പ്ലൂറൽ ആയിട്ട് മാറി. എന്നാൽ വെർബിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. വെർബ് ആണെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ സിംഗുലാർ, V1ലെ വെർബുകൾ പ്ലൂറൽ ആണ്. വാക്ക് എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്, അതിന്റെ സിംഗുലാർ ഫോം വാക്സ് എന്ന് പറയുന്നത് സിംഗുലാർ ആണ്. V2 ഫോമിൽ വരുന്ന വെർബുകളെല്ലാം സിംഗുലാർ ആയിട്ടും പ്ലൂറൽ ആയിട്ടും ഉപയോഗിക്കാം. സിംഗുലാറുമാണ് പ്ലൂറലുമാണ്. ഓക്കെ, വാക്ഡ് എന്ന് പറയുന്നത് സിംഗുലാറുമാണ് പ്ലൂറലുമാണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, ദ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഡാഷ് ഇൻക്രീസിംഗ് ഇൻ സം സ്റ്റേറ്റ്സ് ഈസ്, ആർ, വേർ, ഹാവ് ബീൻ. ഒന്ന് ഉത്തരം പറഞ്ഞു നോക്കിയേ, ഏത് ഉത്തരം വരും? നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഈസാണ്. റൂള് പഠിക്കുക. ദ നമ്പർ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലാർ വെർബ്. നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും വെർബ് സിംഗുലാർ. എന്നാൽ എ നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് പ്ലൂറൽ വെർബ്. എ നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റും വെർബും എന്തായിരിക്കണം, പ്ലൂറൽ ആയിരിക്കണം. അടുത്ത് വരുന്നതാണ് എ ഗ്രേറ്റ് നമ്പർ ഓഫ്. അടുത്ത് വരുന്ന ഏതാണ്, എ ഗ്രേറ്റ് നമ്പർ ഓഫ്. എ ഗ്രേറ്റ് നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലൂറലും വെർബും എന്തായിരിക്കണം, പ്ലൂറൽ ആയിരിക്കണം. വെർബും പ്ലൂറല്, സബ്ജക്റ്റ് പ്ലൂറൽ. അടുത്തതാണെങ്കിലോ എ സ്മോൾ നമ്പർ ഓഫ് കഴിഞ്ഞിട്ടും വരുന്ന സബ്ജക്റ്റും അതുപോലെ വെർബും എന്തായിരിക്കണം, പ്ലൂറൽ ആയിരിക്കണം. എ സ്മോൾ നമ്പർ ഓഫ് കഴിഞ്ഞിട്ടും വരുന്ന സബ്ജക്റ്റും വെർബും പ്ലൂറൽ ആയിരിക്കണം. അതുപോലെ ഒരെണ്ണം കൂടെ, എ ലാർജ് നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റും പ്ലൂറൽ ആയിരിക്കണം, വെർബും പ്ലൂറൽ ആയിരിക്കണം. അപ്പൊ പറഞ്ഞു നോക്കിയേ, നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിലും വെർബ് സിംഗുലാർ. ഈ റൂള് ഇത് മാത്രമാണ് സിംഗുലാർ വരുന്നത്, ബാക്കി എല്ലാം എന്തായിട്ട് വരുന്നു, പ്ലൂറൽ ആയിട്ട്. എ നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ വെർബ്, ദ ഗ്രേറ്റ് നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ വെർബ്, എ സ്മോൾ നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ വെർബ്, എ ലാർജ് നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് പ്ലൂറൽ വെർബ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ, ഈച്ച് ഓഫ് അസ് സോൾവ്സ് ദ പ്രോബ്ലം. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാനാണ്. ഡസിന്റെ വി ഓപ്ഷനിലുണ്ട്, ഡസ് വി ഉണ്ട്, ഡോണ്ട് വി ഉണ്ട്, ഡു വി ഉണ്ട്. നമുക്ക് ഈച്ച് ഓഫ് അസിന് പകരം എന്ത് ഉപയോഗിക്കാം, അസ് വരുന്ന സെന്റൻസിലെല്ലാം വി ഉപയോഗിക്കണം. സബ്ജക്റ്റ് ആയിട്ട് എന്ത് ഉപയോഗിക്കാം, വി ഉപയോഗിക്കാം. സോൾവ്സ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വെർബ് അല്ലെങ്കിൽ ഓക്സിലറി ആണെന്ന് ഡസ് ആണ്. സെന്റൻസ് പോസിറ്റീവ് ആണ്. ഇനി നോക്ക്, വി എന്ന് പറയുന്ന പ്ലൂറൽ ആണ്, ഡസ് എന്ന് പറയുന്ന സിംഗുലാർ ആണ്.
അപ്പൊ ഡസ് വിയോടൊപ്പം നിൽക്കുവോ? ഇല്ല. അപ്പൊ അതിന്റെ എന്താക്കി മാറ്റണം? പ്ലൂറൽ ആക്കി മാറ്റണം. ഡസിന്റെ പ്ലൂറൽ എന്ന് പറയുന്നത് ഡു ആണ്. ഇനി സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡൂവിനോടൊപ്പം നോട്ട് വരുന്നത് മാറ്റം വരുന്നു. ഡോണ്ട്. ഡോണ്ട് സബ്ജക്ട് വി. ഡോണ്ട് വി. ഡോണ്ട് വി ഏതാണ്? ഓപ്ഷൻ സി ഉത്തരമായിട്ട് വരുന്നത്. ഡോണ്ട് വി ആണ് ഉത്തരമായിട്ട് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കാം, സബ്ജക്ട് പ്ലൂറൽ ആയിട്ട് വരുന്ന സെന്റൻസുകളില് സിംഗുലാർ ഓക്സിലറി ആണ് കിടക്കുന്നതെങ്കിൽ അതിന്റെ പ്ലൂറൽ ആക്കി മാറ്റി ടാഗ് ചെയ്യണം. കാരണം ഇതാണ്, ഈച്ച് ഓഫ് us നമ്മൾ കോൺകോഡിൽ പഠിക്കുന്ന റൂൾ ആണ്. ഈച്ച് ഓഫ് കഴിഞ്ഞിട്ട് സബ്ജക്ട് പ്ലൂറൽ ആണ്, പ്ലൂറൽ സബ്ജക്റ്റ് ആണ് വരുന്നത്. സബ്ജക്ട് പ്ലൂറലും വെർബ് എന്ന സിംഗുലാറും ആയിരിക്കും. വെർബ് സിംഗുലാർ. നമുക്ക് ഈച്ച് ഓഫ് കഴിഞ്ഞിട്ട് അസ് എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, സോൾസ് എന്ന് പറയുന്നത് സിംഗുലാർ ആണ്. അതുകൊണ്ടാണ് അത് കോൺകോഡ് പ്രകാരമുള്ള ഒരു ചോദ്യം ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം, സബ്ജക്ട് പ്ലൂറൽ ആയിട്ട് വരുന്ന സെന്റൻസുകളിൽ സിംഗുലാർ ഓക്സിലറി ആണ് വരുന്നതെങ്കിൽ അതിന്റെ പ്ലൂറൽ ആക്കി മാറ്റി വേണം ടാഗ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഡോണ്ട് വി വന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കി. he practice cricket and football regularly is a dash. സെന്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട്, കോംപ്ലക്സ്. ഓക്കെ, നോക്കിയേ, തന്നിരിക്കുന്ന സെന്റൻസ് ഏതെന്നാണ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്ന് പറയണം. കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഇത് എന്ത് ടൈപ്പ് സെന്റൻസ് ആണ്? കോമ്പൗണ്ട് സെന്റൻസ് ആണ്. സി ഓപ്ഷൻ പഠിച്ചു വെക്കുക. ഫാൻ ബോയ്സ് എന്താണ് മക്കളെ? ഫാൻ ബോയ്സ് എന്ന് പഠിക്കുക. ഫാൻ ബോയ്സ്. ഈ വാക്കുകൾ വരുന്ന സെന്റൻസ് എല്ലാം കോമ്പൗണ്ട് സെന്റൻസ് ആണ്. എഫിൽ വരുന്ന വാക്ക് ഫോർ. എഫിൽ വരുന്ന വാക്ക് ഏതാണ്? ഫോർ. എ ആണെങ്കിലോ ആൻഡ്. എയിൽ വരുന്ന വാക്ക് ആൻഡ്. എന്നിൽ വരുന്ന വാക്ക് നോർ. എന്നിൽ വരുന്ന വാക്ക് നോർ. ബിയിൽ വരുന്ന വാക്ക് ബട്ട്. ബിയിൽ വരുന്ന വാക്ക് ബട്ട്. ഒയിൽ വരുന്ന വാക്ക് ഓർ. ഒയിൽ വരുന്ന വാക്ക് ഓർ. വൈയിൽ വരുന്ന വാക്ക് എറ്റ്. വൈയിൽ വരുന്ന വാക്ക് എറ്റ്. എസിൽ വരുന്ന വാക്ക് സോ. ഈ വാക്കുകൾ ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? കോമ്പൗണ്ട് സെന്റൻസ്. അതായത് രണ്ട് പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസുകളെ ചേർത്ത് പറഞ്ഞാൽ അത് കോമ്പൗണ്ട് സെന്റൻസ്. അല്ലെങ്കിൽ രണ്ട് സിമ്പിൾ സെന്റൻസുകൾ ചേർത്ത് പറഞ്ഞാൽ അത് കോമ്പൗണ്ട് സെന്റൻസ്. നമുക്ക് ഫാൻ ബോയ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിക്കാം. ഫാൻ ബോയ്സ് ഈ പറഞ്ഞ വാക്കുകൾ ഏതെങ്കിലും ഒരു സെന്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് സെന്റൻസ്. ഇവിടെ ആൻഡ് കിടക്കുന്നുണ്ടാ? ആൻഡ് എന്നുള്ളത് ടൈപ്പ് കോമ്പൗണ്ട് സെന്റൻസ്. അടുത്ത ചോദ്യം നോക്കിയേ. A person who hates women is dash. സ്ത്രീകളെ വെറുക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേര് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്ത്രീകളെ വെറുക്കുന്നതിന് പറയുന്ന പേര് മിസോഗാമിസ്റ്റ് ഉണ്ട്, മിസോഗൈനിസ്റ്റ് ഉണ്ട്, മിസോഗാമിസ്റ്റ് രണ്ടെണ്ണം ഉണ്ട്. മിസോഗാമിസ്റ്റ്. ഓക്കെ, രണ്ട് ഓപ്ഷൻ കിടക്കുന്നത്. മിസോഗാമിസ്റ്റ്, മിസാൻത്രോപ്പിസ്റ്റ് ഉണ്ട്, അതുപോലെ വാഗാബോണ്ട്. ഓക്കെ, തന്നിരിക്കുന്നതിൽ ഏതെന്നാണ്? രണ്ട് ഓപ്ഷനിലും ഒരേ സെയിം ഓപ്ഷൻ ആണ് കിടക്കുന്നത്. മിസോഗാമിസ്റ്റ്, മിസോഗൈനിസ്റ്റ് എന്ന് എഴുതിയാ കേട്ടോ. നിങ്ങളൊന്ന് മിസോഗൈനിസ്റ്റ് എന്ന് നോക്കി. മിസോഗൈനിസ്റ്റ് എന്ന് എഴുതിക്കും. മിസോഗൈനിസ്റ്റ് എന്ന് എഴുതിക്കും. അപ്പൊ മിസോഗാമിസ്റ്റ്, മിസോഗൈനിസ്റ്റ് നോക്കിയേ. അപ്പൊ നമുക്ക് ഒന്നാമത്തേല് മിസോഗൈനിസ്റ്റ്, രണ്ടാമത്തേല് മിസോഗാമിസ്റ്റ്, മൂന്നാമത്തെ ഓപ്ഷൻ മിസാൻത്രോപ്പിസ്റ്റ്, നാലാമത്തത് വാഗാബോണ്ട്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതില് a person who hates women is known as മിസോഗൈനിസ്റ്റ് ആണ് കേട്ടോ. എഗെയിൻസ്റ്റ്, സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് നോക്കാം. മിസോഗൈനിസ്റ്റ് ആണ്. അപ്പൊ മിസോഗൈനിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ one who hate women, മിസോഗൈനിസ്റ്റ് എ ഓപ്ഷൻ ആണ് കേട്ടോ. നമ്മൾ എ ഓപ്ഷൻ മിസോഗാമിസ്റ്റ് രണ്ടെണ്ണം കിടക്കുന്നു, ഒരെണ്ണം വെട്ടിയിട്ട് മിസോഗൈനിസ്റ്റ് എന്ന് എഴുതി. അപ്പൊ മിസോഗൈനിസ്റ്റ് ആണ് ഉത്തരം. ഇനി ഗാമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പഠിക്കാം? ഹെയ്റ്റ് മാരേജ് ആണ് കേട്ടോ. മിസോഗാമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയ്റ്റ് മാരേജ്. കല്യാണം വെറുക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് മിസോഗാമിസ്റ്റ്. ഹെയ്റ്റ് മാരേജ്. ഓക്കെ, അടുത്തപോലെ ഹോളോകാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോളോകാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് കില്ലിംഗ് ഓഫ് ഇന്നസെന്റ് പീപ്പിൾ കേട്ടോ. കില്ലിംഗ് ഓഫ് ഇന്നസെന്റ് പീപ്പിൾ. പാവം പിടിച്ച ആൾക്കാരെ കൊല്ലുന്നതിന് പറയുന്ന പേരാണ് വൺ വേർഡ് ഹോളോകാസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഹോളോകാസ്റ്റ്.
ഇതുപോലെ വൺ വൈഫ്, ഹാവിങ് വൺ വൈഫ് ആണെങ്കിൽ ഒരു ഭാര്യ ഉള്ളതിന് പറയുന്ന പേര് വൺ വൈഫ് പറയുന്ന പേരാണ്, ഹാവിങ് വൺ വൈഫിന് പറയുന്ന പേരാണ് മോണോഗമി. എന്തെന്ന് പറയുന്നു? മോണോഗമി എന്ന് പറയുന്നു. മോണോഗമി. ടു വൈഫ്സ് ആണെങ്കിൽ പറയുന്ന പേരാണ് ബൈഗമി. രണ്ട് ഭാര്യ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേര് ബൈഗമി. മോർ ദാൻ ടു വൈഫ്സ് ആണെങ്കിൽ, രണ്ടിൽ കൂടുതൽ ഭാര്യമാരുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് പോളിഗമി എന്ന് പറയും. ഓക്കെ, പോളിഗമി. അതുപോലെ എന്ത് ചെയ്യുന്നു? സെവറൽ ഹസ്ബൻഡ് ആണെങ്കിൽ, ധാരാളം ഹസ്ബൻഡ്സ് ഉള്ളാണെങ്കിൽ സെവറൽ ഹസ്ബൻഡ്, ധാരാളം ഹസ്ബൻഡ് ഉള്ളതിന് പറയുന്ന പേരാണ് പോളിയാൻഡ്രി. എന്ന് പറയുന്നു പോളിയാൻഡ്രി. അതിന് പറയുന്ന പേരാണ് പോളിയാൻഡ്രി. ഫിലാൻത്രോപിസ്റ്റ് ഉണ്ട്, മിസാൻത്രോപിസ്റ്റ് ഉണ്ട്. ഫിലാൻത്രോപിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഫിലാൻത്രോപിസും മിസാൻത്രോപിസ്റ്റ്. ഫിലാൻത്രോപിസ്റ്റ് വൺ ഹു ലവ് മാൻകൈൻഡ്, മിസാൻത്രോപിസ്റ്റ് ഹേറ്റ് മാൻകൈൻഡ്. എന്ത് ചെയ്യും? മനുഷ്യരാശിയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഫിലാൻത്രോപിസ്റ്റ് എന്നും, എന്ത് ചെയ്യും? മനുഷ്യരാശിയെ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ നമുക്ക് മിസാൻത്രോപിസ്റ്റ് എന്നും പറയും. വാഗാബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാണ്ടറിങ് പേഴ്സൺസ്. എന്ത് ചെയ്യും? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരാണ് വാഗാബോണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. He give up and took to farming for livelihood. നോക്കിയേ, അവിടെ തന്നിരിക്കുന്നത് ഗിവ് അപ്പ് കഴിഞ്ഞിട്ടാണ് ഡാഷ് വന്നിരിക്കുന്നത്. പഠിക്കുക. എന്ത് ചെയ്യുന്നത്? ഉത്തരമായിട്ട് വരുന്നത് ഹണ്ടിങ് ആണ്. ഉത്തരമായിട്ട് വരുന്നത് ഗിവ് അപ്പ്. ഫ്രൈസൽ വെർബ് ആണ് ഗിവ് അപ്പ് എന്ന് പറയുന്നത്. ഗിവ് അപ്പ്. അതുപോലെ സെറ്റ് എബൌട്ട്, അതുപോലെ പുട്ട് ഓഫ്, വാക്കുകൾ ഏതൊക്കെയാണ്? ഗിവ് അപ്പ്, സെറ്റ് എബൌട്ട്, പുട്ട് ഓഫ്. ഇത് കഴിഞ്ഞിട്ട് ഉത്തരം എന്തായിരിക്കും? ing, ജെറണ്ട് ആണ് ഉത്തരമായിട്ട്. ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ജെറണ്ട്. ഗിവ് അപ്പ്, സെറ്റ് എബൌട്ട്, പുട്ട് ഓഫ് കഴിഞ്ഞു കഴിഞ്ഞാൽ ജെറണ്ട് ഉത്തരമായിട്ട് വരും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. പ്ലൂറൽ ഫോം ഓഫ് ക്രൈസിസ്. ക്രൈസിസിന്റെ പ്ലൂറൽ ഏതാണ്? ഏത് ഓപ്ഷൻ ആണ്? നിങ്ങൾ ഉത്തരം നോക്കി പറഞ്ഞു നോക്കിയേ. ക്രൈസിസിന്റെ പ്ലൂറൽ ആണ് ക്രൈസസ്. പഠിക്കുക. ഐഎസിൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ പറയാൻ പറഞ്ഞ ഇഎസ് ആക്കി കൊടുക്കുക. ഐഎസിൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ ആണ് ഇഎസ് ആക്കുന്ന പ്ലൂറൽ ആയിട്ട് മാറും. ആക്സിസ് എന്തെന്ന് പറയാം? ആക്സിസിന്റെ പ്ലൂറൽ ആക്സസ്. ഓക്കെ, അതേപോലെ ബേസിസ് അടുത്ത വാക്കാണ്. ബേസിസ് പ്ലൂറൽ എങ്ങനെ പറയാം? ബേസസ്. അതേപോലെ തീസിസ് പ്ലൂറൽ എങ്ങനെ പറയാം? എങ്ങനെ പ്ലൂറൽ പറയാം? തീസിന്റെ പ്ലൂറൽ ആണ് തീസസ്. ഓക്കെ, അതേപോലെ ക്രൈസിസ് പ്ലൂറൽ എങ്ങനെ പറയാം? നമ്മൾ പഠിച്ചു ക്രൈസിസ്. അതേപോലെ അനലൈസിസ് എങ്ങനെ പ്ലൂറൽ പറയാം? അനലൈസിസ്. എങ്ങനെ പറയാം? അനലൈസസ്. അതേപോലെ എംഫസിസിന്റെ പ്ലൂറൽ എങ്ങനെ പറയാം? എംഫസിസ്. ഓക്കെ, ഐഎസിൽ അവസാനിക്കുന്ന വാക്കുകളുടെ പ്ലൂറൽ ഇഎസ് ആക്കി കൊടുത്താൽ മതി. അതാണ് അവിടുത്തെ കാര്യം. അടുത്ത നോക്കിയേ. This box of pens dash very new. അപ്പൊ നോക്കി, ഈസ് ഉണ്ട്, വേർ ഉണ്ട്, ആർ ഉണ്ട്, ഹൗ ബീൻ ഉണ്ട്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഈസ് ആണ്. അപ്പൊ നമുക്ക് എല്ലാരും പെൻസ് വെച്ചിട്ടാണ് എഴുതണമെങ്കിൽ തെറ്റിപ്പോവും. പെൻസ് പ്ലൂറൽ ആണ്. അപ്പൊ നിങ്ങൾ പ്ലൂറൽ ആയിട്ടുള്ള ഏതെങ്കിലും എഴുതി വയ്ക്കും, തെറ്റും. നമുക്ക് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ദിസ് ബോക്സ് ആണ്. ദിസ് സിംഗുലാർ ആണ്. ദിസ് ആണ് അവിടെ സബ്ജക്റ്റ്. ദിസ് സിംഗുലാർ ആയതുകൊണ്ട് ഉത്തരമായിട്ട് ഈസ് വരും. അപ്പൊ ദിസ് സിംഗുലാർ ആയതുകൊണ്ട് ഉത്തരം ഈസ്. അടുത്ത ചോദിക്കേ. all the milk dash sour. വാസുണ്ട്, വേറുണ്ട്, ആറുണ്ട്, ഹാസുണ്ട്. ഉത്തരം വരുന്നു അവിടെ വാസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു കേട്ടോ. പഠിക്കുക. ആള് വാക്കേതാണ്? ആള്. അതുപോലെ ആൾ ഓഫ്, വൺ തേർഡ് ഓഫ്, അതുപോലെ ടു തേർഡ് ഓഫ്, വൺ തേർഡ് ഓഫ്, ടു തേർഡ് ഓഫ്, അതുപോലെ എനി ഓഫ്, അതുപോലെ നൺ ഓഫ്, ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് അൺകൗണ്ടബിൾ നൗണുകളാണ് വരുന്നതെങ്കിൽ ഉത്തരം സിംഗുലാർ ആവും. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ ഉത്തരം സിംഗുലാർ,
കൗണ്ടബിൾ നൗണുകളാണ് വരുന്നതെങ്കിൽ ഉത്തരം പ്ലൂറൽ വെർബ് ആയിരിക്കും. ഏതൊക്കെ വാക്കുകൾ? ആള്, ആൾ ഓഫ്, 1/3 ഓഫ്, 2/3 ഓഫ്, എനി ഓഫ്, നൺ ഓഫ്, എനി ഓഫ്, നൺ ഓഫ്. കഴിഞ്ഞിട്ട് അൺകൗണ്ടബിൾ നൗണുകളാണ്, എണ്ണാൻ കഴിയാത്ത നാമങ്ങളാണെങ്കിൽ ഉത്തരം സിംഗുലാർ, കൗണ്ടബിൾ നൗണുകളാണെങ്കിൽ ഉത്തരം പ്ലൂറൽ ആയിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഹേമ ഡാഷ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ്. ആറുണ്ട്, ഹാസ് ഉണ്ട്, വേർ ഉണ്ട്, ഈസ് ഉണ്ട്. വളരെ ചെറിയൊരു ചോദ്യം. ഹേമ സിംഗുലാർ ആയതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു? ഈസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഹേമ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ ഹേമ സിംഗുലാർ ആയതുകൊണ്ട് ഉത്തരം സിംഗുലാർ വരുന്നു. ഈസ് ആകുന്നു എന്നർത്ഥം. ഓക്കെ ആണല്ലോ. അപ്പൊ 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഓക്കെ, താങ്ക് യു.